നമസ്കാരം. 9ാം ക്ലാസ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബ്ലർബ് എന്താണെന്നാണ് പരിചയപ്പെടുന്നത്. പുസ്തകം അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എഴുതുന്ന പ്രചോദനാത്മകമായിട്ടുള്ള ചെറു വിവരണത്തെയാണ് ബ്ലർബ് അഥവാ പ്രസാധകക്കുറിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ രചനയെക്കുറിച്ചോ രചയിതാവിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആകാം. വായനക്കാരെ അഥവാ പ്രേക്ഷകരെ സൃഷ്ടികളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ബ്ലർബിൻ്റെ അഥവാ പ്രസാധകക്കുറിപ്പിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. ഭാഷയും അവതരണ ശൈലിയും വിചിത്രമാണെങ്കിലും വായനക്കാരെ ഇത് ആകർഷിക്കുക തന്നെ ചെയ്യും. എങ്കിലും ബ്ലർബ് ഒരു സൃഷ്ടിപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഈ ബ്ലർബ് അഥവാ പ്രസാധകക്കുറിപ്പ് എഴുതുന്നതിന് നിയതമായ നിയമങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ചില ബ്ലർബുകൾ പ്രസാധകക്കുറിപ്പ് 50 വാക്കുകൾ ഒതുങ്ങും. ചിലതൊക്കെ 50 മുതൽ 200 വാക്കുകൾ വരെ ഒതുങ്ങുന്നതായിരിക്കും. എന്നാൽ ബ്ലർബ് എപ്പോഴും ചെറുതായിരിക്കണം, വളരെ സരളമായിരിക്കണം, അത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതും ആയിരിക്കണം. ബ്ലർബിൻ്റെ അല്ലെങ്കിൽ പ്രസാധകക്കുറിപ്പിൻ്റെ ഒരു മാതൃകയാണ് നമ്മുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബൂട്ടി കാക്കി എന്നത്. പ്രേംചന്ദിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കഥയ്ക്ക് ഗുൽസാറിൻ്റെ നിർമ്മാണത്തിൽ പിറന്ന ഒരു ഹൃദയഭേദകവും സഹാനുഭൂതി നിറഞ്ഞതുമായ ഒരു ഹ്രസ്വചിത്രമാണ് ബൂട്ടി കാക്കി. ആ ഹ്രസ്വചിത്രത്തിൻ്റെ പ്രമോഷണൽ ആവശ്യങ്ങൾക്കായി എഴുതിയ ഒരു ഹ്രസ്വ വിവരണമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രസാധകക്കുറിപ്പ് നമുക്ക് വായിക്കാം. ആധുനിക ഹിന്ദി साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है ബൂട്ടി കാക്കി. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ക്ലാസിക് കഥാകൃത്തായിട്ടുള്ള പ്രേംചന്ദിൻ്റെ ഒരു കഥയാണ് ബൂട്ടി കാക്കി എന്നത്. മാനവീയ करुणा की भावना से ओतप्रोत इस कहानी में बुढ़ापे की समस्या को प्रस्तुत किया है. വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ കഥ മാനുഷിക സഹാനുഭൂതി നിറഞ്ഞത് ആണ്. वृद्धजनों की सायदाद संपत्ति लेने के बाद उसकी उपेक्षा करने वाले सामाजिक याथार्थ्य की ओर कहानी इशारा करती है. വൃദ്ധ മാതാപിതാക്കളുടെ സ്വത്ത് അപഹരിച്ചതിന് ശേഷം അവരെ ഉപേക്ഷിക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ പറയുന്നത്. ബൂട്ടി കാക്കി को विधवा हुए 5 वर्ष चुके थे. ബൂട്ടി കാക്കി വിധവയായിട്ട് 5 വർഷങ്ങൾ കടന്നു. ഉസ്കെ ജവാൻ ബേട്ടയ്ക്ക് ഭി അകാല മൃത്യു ഹുയി. ചെറുപ്പക്കാരനായ അവരുടെ മകനും അകാലത്തിൽ മരിച്ചു. ഈ संसार में बूटी കാക്കി अपना कहने वाला कोई नहीं है. സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്തിൽ അവർക്ക് ആരും ഇല്ല. ബൂട്ടി കാക്കി अपनी सारी संपत्ति भतीजे के नाम करवाकर उसके साथ रहती थी. അവർ തൻ്റെ സ്വത്ത് സഹോദരപുത്രന് നൽകി അവരോടൊപ്പം താമസിച്ചു. ഇൻസാൻ കി ലാലച്ച് കി കൊയ് സീമ നഹീം ഹെ. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിന് അതിരൊന്നും തന്നെ ഇല്ല. ബുദ്ധിരാം और रूपा अपनी काकी के प्रति तब तक बहुत अच्छे रहते थे जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं देता. എപ്പോൾ വരെയാണോ ബൂട്ടി കാക്കി തൻ്റെ മുഴുവൻ സമ്പത്തുകളും ഉപഹാരമായിട്ട് സമ്മാനമായിട്ട് ബുദ്ധിരാമിനും രൂപയ്ക്കും നൽകാതിരുന്നത്, തബ് തക്ക് അപ്പോൾ വരെയും അവർ ബഹുത്ത് അച്ഛേ ഥേ. ബുദ്ധിരാമും രൂപയും അവരെ നന്നായി സ്നേഹിച്ചിരുന്നു. വേ ലോഗ്
ബാത്ത് ബാത്ത് പർ ബൂട്ടി കാക്കിക്ക് അപമാനം, അവർ വാക്കുകൾ കൊണ്ട് ബൂട്ടി കാക്കിയെ അപമാനിക്കുകയും അവർ തിരസ്കാർ കർത്തേ थे, എന്ത് ചെയ്തു, മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. ഭർഭേട് ഭോജൻ ഭി വഹ് വഞ്ചിതി തി, വയറ് നിറയുള്ള ഭക്ഷണവും അവർക്ക് കിട്ടാതെയായി. ജോ റിസ്തേ ഡീലി ബുനിയാദി പർ ഡിക്കേ ഹോത്തെ വേ റിസ്തേ ഭി ഖത്മ് ഹോ ജാത്തെ, നിലനിന്നിരുന്ന ബന്ധങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. ചോട്ടി ലഡ്കി ലാഡലി, പരിവാർ മേ ഏകമാത്ര ഐസി ഹേ ജോ ഉസ് ഗരീബ് ആത്മാക്കി ദേഖുഭാൽ രഹത്തി, ആ പാവപ്പെട്ട ആത്മാവിനെ ബൂട്ടി കാക്കിയെ സ്നേഹിച്ചിരുന്ന ഒരേ ഒരു കുഞ്ഞ്, ആ ഒരു പെൺകുട്ടി ആ കഥയിൽ ആ കുടുംബത്തിലെ ചോട്ടി ലഡ്കിയായിരുന്നു, ലാഡലി പ്രിയപ്പെട്ടവളായിരുന്നു അവർക്ക്. മുൻഷി പ്രേംചന്ദ് കി അവിസ്മരണീയ കഹാനി പർ, മുൻഷി പ്രേംചന്ദിൻ്റെ മറക്കാനാകാത്ത അവിസ്മരണീയമായിട്ട കഥയ്ക്ക് ഗുൽസാർ ജി കി സംവേദനശീൽ ഔർ മാർമിക ലഘു ഫിലിം, ഗുൽസാറിൻ്റെ സഹാനുകമ്പയുടെ ഒരു ഹ്രസ്വചിത്രം, അതാണ് ബൂട്ടി കാക്കിയെക്കുറിച്ചുള്ള ഈ പ്രസാധക കുറിപ്പ്.